യെസ്. അടുത്തത് ഈവൻ വരുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യുന്നത് മക്കളെ. സം ഓഫ് ഫസ്റ്റ് 8 എന്നതിന് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 എന്ന് പറഞ്ഞാൽ ഓഡാണോ ഈവൻ ആണോ? ഈവൻ. ഇവിടെ എഴുതി വെച്ചോളൂ ഈവൻ. ഈവൻ വരികയാണെങ്കിൽ എന്താണ് വരിക? ഈവൻ വരികയാണെങ്കിൽ എന്താ വരിക? പെയർ സം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തന്നത്. ഈവൻ വരികയാണെങ്കിൽ എന്താ വരിക? പെയർ സം. ഇങ്ങനെയാണ് മക്കളെ ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലെ 8 ആളുകൾ അങ്ങനെ നിരത്തി നിർത്തുകയാണ്. ഇങ്ങനെയാണ് നിരത്തി നിർത്തുന്നത്. ആദ്യം എത്രാമത്തെ ആള്? x1. പറഞ്ഞോളൂ. x1 പ്ലസ് എഴുതിക്കോളൂ x2 പ്ലസ് x3. അങ്ങനെ എത്ര ആളുണ്ട്? x7 പ്ലസ് x8 വരെയുള്ള ആളുകളുണ്ട്. ഇതിന്റെ സം എത്രയാണെന്നാ പറഞ്ഞത്? ഇതിന്റെ സം എത്രയാണെന്നാ പറഞ്ഞത്? 240 ആണ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ മാത്രമാണ്. ആദ്യത്തെ 8 ടേംസിന്റെ, ആദ്യത്തെ 8 ടേംസിന്റെ സം എന്താണ്? 240 ആണ്. മക്കളെ നിങ്ങൾക്കറിയാം നമ്മളെ ക്ലാസ്സിൽ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ആരിനെയാണ് നമ്മൾ പെയറാക്കുക? ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയുമാണ് നമ്മൾ പെയറാക്കുക. എഴുതി വെച്ചോളൂ. ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയുമാണ് നമ്മൾ പെയറാക്കുക. ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയുമാണ് നമ്മൾ പെയറാക്കുക. 2 പെയേഴ്സ് നമ്മളെ സ്കൂളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ലവേഴ്സ് എന്നല്ല വിളിക്കേണ്ടത്. അവരെന്താ വിളിക്കേണ്ടത്? പെയർ സം എന്നാണ് വിളിക്കേണ്ടത്. എന്താ വിളിക്കേണ്ടത്? 2 കുട്ടികൾ നമ്മളെ സ്കൂളിൽ പെയർ ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കേണ്ടത് എന്താണ്? പെയർ സം. എന്താ വിളിക്കേണ്ടത്? പെയർ സം. എന്താണ് പെയർ സം കാണാനുള്ള ഇക്വേഷൻ? സം ഓഫ് ടേംസ് അല്ലെ? സം ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. എത്രയാണ് നമ്പർ ഓഫ് പെയേഴ്സ്? 8 ആൾക്കാരുണ്ടെങ്കിൽ എത്ര പെയർ ഉണ്ടാവും? 4. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? എത്ര ആൻസർ? 240 by 4. ആൻസർ എത്രയാണ്? 60. ക്ലിയർ ആണോ? ഇവിടെ നമ്മളൊരു കാര്യം മറന്നിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിൽ 2 പെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തിട്ട് കൊടുക്കണം? അവർക്ക് എന്തിട്ട് കൊടുക്കണം? മാല ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പെയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ നടന്നിട്ട് ഒരു കാര്യമല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം? ഒരു മാല ഇട്ട് സെറ്റ് ആക്കി കൊടുക്കണം. ഇങ്ങനെയാണ്. മാലക്ക് ലോക്കറ്റ് നിർബന്ധമാണ്. ഇതുവരെ മനസ്സിലായോ ഇല്ലേ? ഇനി വെരി സിമ്പിൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ഇനി വെരി സിമ്പിൾ ആണ്. 4th ടേമും 5th ടേമും ആഡ് ചെയ്താൽ എത്രയാണ്? 4th ടേമും 5th ടേമും ആഡ് ചെയ്താൽ എത്രയാണ്? ഇതിന്റെ മാല 9 തന്നെ ആയതുകൊണ്ട് ആൻസർ എന്തെന്നെയാവും? ആൻസർ എന്തെന്നെയാവും? 16. ആൻസർ 16 എന്ന് തന്നെ വരും. ക്ലിയർ അല്ലേ? ഇതിന്റെ മാല സെയിം ആണെങ്കിൽ സമ്മും എന്തായിരിക്കും? മാല സെയിം ആണെങ്കിൽ സമ്മും എന്തായിരിക്കും? സെയിം. ഇനി ഇവിടെ ഇതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്നാ നോക്കേണ്ടത്. ഉണ്ടോ? എന്താണ്? ഇത് മാലയാണ് അല്ലേ? പെയറാണ് അല്ലേ? ക്വസ്റ്റ്യനിൽ ഒരു സാധനം തരും ചെയ്യും, വേറൊരു സാധനം ചോദിക്കും ചെയ്താൽ നിങ്ങൾ ഉറപ്പിച്ചോളുണ്ടോ അതെന്താണ്? പെയർ ആക്കാൻ പറ്റുമോ എന്നാ നോക്കേണ്ടത്. അവര് തമ്മിൽ പെയർ ആക്കാൻ പറ്റുമോ നോക്കുക. എങ്ങനെ പെയർ ആക്കുക ഒന്ന് പറഞ്ഞ? എങ്ങനെ പെയർ ആക്കുക പറഞ്ഞോ? x3 തന്നതും ക്വസ്റ്റ്യനിൽ തന്ന ആളെയും ക്വസ്റ്റ്യനിൽ ചോദിച്ച ആളെയും എന്താക്കുക? പെയറാക്കുക. എങ്ങനെയാണ് ഈ പെയർ 60 ആയത്? ഇതിന്റെ സം എന്താണ്? 9 ആയതുകൊണ്ട് അതിന്റെ പെയർ സം എത്രയായിരിക്കും? 60 ആയിരിക്കും. സോ ഇനി ഈസി ആയിട്ട് ചെയ്യാം. x3 എന്നുള്ളത് എത്രയാണ്? 15 അല്ലെ? ദെൻ വേഗം ചെയ്യാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് x6 കണ്ടുപിടിക്കാം. എത്രയാണ്? ആൻസർ ആണ് പറയുന്നത്. യെസ്. x6 = 60 മൈനസ് 15. ആൻസർ എന്ത് വരും? 45 എന്ന് വരും. സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? വെരി സിമ്പിൾ ആണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനുകൾ എന്താ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കണം. മനസ്സിലായില്ലേ? അവര് പെയറാണ്. ആ കണക്ഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. സിമ്പിൾ. ഓക്കെ അല്ലേ?